ഓണത്തിന് ഓണക്കോടി മാത്രമല്ല പുതിയ പാത്രങ്ങളും വാങ്ങണമെന്നാണല്ലോ പറയുന്നത്. ഞാൻ വാങ്ങിച്ചത് ഇവിടെ പുതിയ കറിച്ചട്ടിയാണ്. ചട്ടി നല്ലതുപോലെ മഴക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നല്ല കുടംപുളിയിട്ട ചൂരക്കറി തയ്യാറാക്കാം. ഓണത്തിന് അമ്മയെ കാണാൻ പോയപ്പോൾ അവിടെ ആട്ടിയ കുറച്ച് വെളിച്ചെണ്ണയും കുടംപുളിയും തേങ്ങയും വാഴക്കൂമ്പും ഞാലിപ്പൂവും കുലയും കൊണ്ടാണ് വന്നത്. ഏറെ ചൂരമീൻ വലുതായിട്ട് ഇപ്പം കിട്ടുന്നില്ല. ഇവിടെ ഒരു ചെറിയ ചൂരമീനാണ് കിട്ടിയത്. ചെറുതായതുകൊണ്ട് ഇന്ന് തന്നെ തീരും. അതുകൊണ്ട് കുറച്ച് തേങ്ങയും കൂടി അരച്ച് കറി വെച്ചത്. എന്ന് കരുതി തേങ്ങാക്കറിയല്ല, മുളക് കറി തന്നെയാണ്. എരിവ് കുറച്ച് കുറവായിരിക്കും. ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരിയുന്നതിന് പകരം ചതച്ചാണ് ചേർത്തത്. ഞാൻ ഈ കറി രാത്രിയിലാണ് വെക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ചോറിനുള്ള അരിയും വേവിക്കുന്നുണ്ട്. കുടിക്കാനുള്ള വെള്ളവും തിളപ്പിക്കുന്നു. വെള്ളം തിളയ്ക്കുമ്പോൾ ഒരു ഫ്ലാസ്കിൽ കുറച്ച് മാറ്റി വയ്ക്കുക. അപ്പോൾ രാവിലെ ചൂടുവെള്ളം വേണമെങ്കിലും എടുക്കാമല്ലോ. അവിയലിന് വേണ്ടുന്ന പച്ചക്കറികളെല്ലാം കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച്, പൊരിക്കാനുള്ള മീനും അരപ്പ് പുരട്ടി വെച്ച്, രാവിലെ വന്ന് അവിയലും വെച്ച് പുളിശ്ശേരിയും കാച്ചി മീനും പൊരിച്ചു, മീൻ കറിയും ചൂടാക്കി. അവിയലിന്റെ റെസിപ്പി ചാനലിൽ ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കാണണേ. സബ്സ്ക്രൈബ് കൂടെ